ആദിച്ചനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികവും അനുമോദന ചടങ്ങും താളം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് സ്കൂൾ ഫണ്ടിന്റെ ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടന്നു. സ്കൂൾ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ബിരിയാണി ചലഞ്ച് നടന്നത്. ഈ ആഘോഷം ഇത്രയും വിപുലമായി നടത്താൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. കാരണം ഈ വർഷം നമ്മുടെ കുട്ടികൾ ജില്ലയിലും കലാകായിക മത്സരങ്ങളിൽ ജില്ലയിലും സ്റ്റേറ്റിലുമൊക്കെ ഒട്ടനവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഒരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആഘോഷം വളരെ വിപുലമായി തന്നെ നടത്തുവാൻ PTA ആലോചിക്കുകയും ആ രീതിയാണ് ഇന്ന് നടക്കുന്നതും. അത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട MLA വളരെയേറിയ പങ്കാണ് അദ്ദേഹം ഇവിടെ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ കരുതലും പിന്തുണയും കൊണ്ട് ഒട്ടനവധി വികസനം ഈ സ്കൂളിൽ നടന്നിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്കൂളിൽ 540ഓളം കുട്ടികളും 30ഓളം ജീവനക്കാരുമുണ്ട്. നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 58 വർഷമായി പ്രവർത്തിക്കുന്ന ഈ സ്കൂൾ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച നിലവാരം കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പലായ ജയ ജി പറഞ്ഞു. 58 വർഷം പൂർത്തിയാക്കുന്ന ഈ സ്കൂളിന് ഇനിയും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെന്ന് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു. 68-ൽ സ്ഥാപിതമായ സ്കൂള് ആദ്യം പഞ്ചായത്തിന്റെ അധീനതയിലായിരുന്നു. ഇപ്പോൾ ഇതൊരു ഗവൺമെന്റ് സ്കൂളായി മാറിയിരിക്കുകയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. മേന്മയേറിയ വിദ്യാഭ്യാസം നൽകുവാൻ ഈ സ്കൂളിന് കഴിയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഇനിയും മെച്ചപ്പെടാനുണ്ടെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് P. വൃന്ദ പറഞ്ഞു. ഈ സ്കൂള് ആദിച്ചനല്ലൂരിന്റെ ഒരു മുഖഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂളാണ്. 1968 സ്ഥാപിതമായ ഈ സ്കൂളിൽ ഇപ്പോൾ 58ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഞാനിവിടെ HMI സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ 255 കുട്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഹൈസ്കൂൾ വിഭാഗത്തിൽ 298 കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 214 കുട്ടികളും അടങ്ങുന്ന ഒരു ഗുണമേന്മയേറിയ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂളായി ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ലൊരു PTA ആണുള്ളത്, നല്ലൊരു SMC ആണുള്ളത്, പിന്നെ നാട്ടുകാരുടെ എല്ലാ സഹായങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും ഈ സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമാണ്. ആയതിനാൽ PTA ഒരു ബിരിയാണി ചലഞ്ച് ഇന്ന് ഏർപ്പെടുത്തുകയും അതിലൂടെ നമുക്ക് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താം എന്ന ഒരു ബോധവൽക്കരണം നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 3 മണി മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറി. സ്കൂൾ വികസന സമിതിയുടെയും PTA മികച്ച പിന്തുണയോടെയാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അധ്യാപികയായ ഷീജ പറഞ്ഞു. പിന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സപ്പോർട്ടായിട്ടുള്ള PTA, വികസന സമിതി, അധ്യാപകര് എല്ലാവരും തന്നെ നമ്മൾക്ക് എല്ലാ കാര്യത്തിനും ഞങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരുമയോടെ തോളോട് തോൾ ചേർന്ന് നിന്നാണ് ഞങ്ങൾ ഈ ഒരു സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ വർണ്ണാഭമായ ഒരു ആനിവേഴ്സറിയാണ് ഇവിടെ നടക്കുന്നത്. രാവിലെ മുതൽ ബിരിയാണി ചലഞ്ച് നടന്നിരുന്നു. പിന്നീട് കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ചാത്തന്നൂർ MLA GS ജയലാൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് MLA പ്രതിഭകളെ ആദരിച്ചു. PTA പ്രസിഡന്റ് U. രാജീവ് ഖാൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജയ ജി സ്വാഗതവും പറഞ്ഞു.